ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഇയർ എൻഡിലെ അവസാനത്തെ വീക്കാണ്. ആ ഒരു വീക്കിൽ ഓൾ ടൈം ഹൈ അടിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും മാർക്കറ്റ് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നും 13,900 മുകളിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ 14,000 എന്ന് പറയുന്നത് പെട്ടെന്ന് ഭേദിക്കാവുന്ന ഒരു ഹൈഡിലല്ല എന്ന് നമ്മൾ ഇന്ന് കൂടി തെളിയിച്ചു കഴിഞ്ഞു. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു 13,930 മുകളിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് എക്സ്പെക്ട് ചെയ്യണമെന്നുള്ളത്. ഇന്ന് നമുക്കറിയാം നിഫ്റ്റി ഉണ്ടാക്കിയിരിക്കുന്ന ഹൈ എന്ന് പറയുന്നത് 13,967 അപ്പോൾ ഈ വീക്കിലി എക്സ്പയറിയോട് കൂടി വ്യാഴാഴ്ചയോട് കൂടി നമുക്ക് 14,000 ഭേദിക്കാൻ കഴിയുമോ എന്നൊക്കെയാണ് നോക്കേണ്ടത്. അപ്പോൾ എത്രമാത്രം ക്രൂഷ്യൽ ആയിട്ടുള്ള 2 ദിവസങ്ങളാണ്. അതുപോലെ തന്നെ ഇയർ എൻഡോട് കൂടി നിഫ്റ്റിയും ഒരു പുതിയ ഹൈയോട് കൂടിയാണോ പുതിയ വർഷത്തിലേക്ക് കടക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിന്റെ വിശകലനമായിട്ടുള്ള ഒരു വിശകലനം ആവശ്യമായിട്ടുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവരുമായിട്ട് ചാനൽ പങ്കുവയ്ക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മാർക്കറ്റിലെ ഔട്ട്ലുക്കിലേക്ക് ഒന്ന് നോക്കാം കൃത്യമായിട്ട്. ഇന്ന് നിഫ്റ്റി ഗ്ലോബൽ സെന്റിമെന്റ്സ് ഒക്കെ പോസിറ്റീവായിരുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ US മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ട്രേഡിംഗ് സെഷൻ ആയിരുന്നു. US സ്റ്റിമുലസ് പാക്കേജ്, അതുപോലെ തന്നെ മാത്രമല്ല ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രംപ് അതിൽ കൃത്യമായിട്ടുള്ള US സ്റ്റിമുലസിൻ്റെ പാക്കേജിൽ ഒപ്പുവെച്ചു. അതൊക്കെ പോസിറ്റീവ്. പിന്നെ UK നിന്ന് വരുന്ന വാർത്തകൾ, യൂറോപ്പ് ബ്രെക്സിറ്റ് ഡീല് യാഥാർത്ഥ്യമാവുന്നു, വാക്സിനേഷൻ വളരെ തകൃതിയായി നടക്കുന്നു. അതുപോലെ തന്നെ മാത്രമല്ല രണ്ടാമതൊരു കാരണം US കോൺഗ്രസ് വേറൊരു ബില്ല് കൂടി പാസ്സായിട്ടുണ്ട്. ഏകദേശം $2,000 വരെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന US സിറ്റിസൺസിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ബില്ല് കൂടി US കോൺഗ്രസ് പാസ്സാക്കിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അത് ഫൈനലായിട്ടായി എന്നുള്ള അത് സെനറ്റ് കൂടി പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടായാലും എക്കോണമിക് റിക്കവറിക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് കൈക്കൊള്ളും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങളായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ പോസിറ്റീവായിരുന്നു. ജപ്പാൻ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ 29 വർഷത്തെ ഹൈയിലാണ് ജാപ്പനീസ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏഷ്യൻ മാർക്കറ്റ് പോസിറ്റീവായി, ഗ്ലോബൽ മാർക്കറ്റ് പോസിറ്റീവായി, ഓൾ ടുഗെദർ ഒരു മൂഡ് പോസിറ്റീവായി എന്ന് വേണം പറയാൻ വേണ്ടി. ഇന്ത്യൻ മാർക്കറ്റിലും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഓപ്പണിംഗ് കിട്ടി. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ടുള്ള പോസിറ്റീവ് സൈഡിലേക്ക് വന്നു. 13,950 മുകളിലേക്ക് വന്ന ശേഷം ചെറിയ രീതിയിൽ നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ പറ്റി. പക്ഷേ ഓൾ ടുഗെദർ അവസാനം ക്ലോസ് ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ ക്ലോസ് ചെയ്തു, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ക്ലോസ് ചെയ്തു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റ് ഒക്കെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്ന ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നാളത്തെ US മാർക്കറ്റിലും നമുക്ക് പോസിറ്റീവ് ഓപ്പണിംഗ് തന്നെ കിട്ടും. US ട്രേഡിംഗ് സെഷനും നല്ല തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനനുബന്ധിച്ച് ആസ് യൂഷ്വൽ ഞാൻ പറയുന്നത് പോലെ നാളെ ഇന്ത്യൻ മാർക്കറ്റിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടായേക്കും. 2 കാര്യങ്ങൾ ചെറിയ രീതിയിൽ നമ്മളെ അലട്ടുന്ന ഒരു പ്രശ്നം പുതിയ കൊറോണ വൈറസിൻ്റെ ഇഷ്യൂ ആണ്. ബ്രിട്ടനിൽ നിന്നും കണ്ടെത്തിയ ജനിതക മാറ്റം വരുത്തിയ കോവിഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനിതക മാറ്റം വന്ന കോവിഡ് വൈറസുകൾ ഇന്ത്യയിലും ഡിറ്റക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ബ്രിട്ടനിൽ നിന്നെത്തിയ ചിലരിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല ആന്ധ്രാപ്രദേശിലുള്ള ചില ഭാഗങ്ങളിൽ കാണുന്ന പ്രത്യേകതരം കോവിഡ് വൈറസുകൾ വളരെ അപകടകരമാണ്, ലണ്ടനിൽ കണ്ടെത്തിയതിനേക്കാൾ കൂടുതൽ അപകടകാരിയാണ് എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഇതൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു അലാമിംഗ് സിറ്റുവേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇത് കാണിക്കുന്നത് നമ്മളെ നാളത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റിൽ എങ്ങനെ ബാധിക്കും എന്നുള്ള, അത്രമാത്രം പേടിക്കാനെന്നുള്ള കാര്യമായിട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് മറ്റുള്ള ഇത് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് നാളെയും നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് പ്രത്യേകമായിട്ടും പറയാനുള്ളത് 14,000 തന്നെയാണ്. 14,000 എത്തുമോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇന്ന് കണ്ടതുപോലെ 13,950 മുകളിൽ നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഏരിയ എക്സ്പെക്ട് ചെയ്യണമോ എന്നുള്ളതാണ്. അപ്പോൾ എന്ത് തന്നെയായാലും ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് തന്നെയായിരിക്കും നാളെ അതിലേക്ക് നയിക്കാൻ പോകുന്നത്. അതിനുശേഷം 14,000 പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ വീണ്ടും നല്ലൊരു രീതിയിലുള്ള ഷോർട്ട് കവറിംഗ് റാലി നമുക്ക് പ്രതീക്ഷിക്കാം. 14,000 മുകളിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 100-130 പോയിന്റിൻ്റെ ഷോർട്ട് കവറിംഗ് റാലി കൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ താഴത്തെ ഡൗൺ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 13,800 തന്നെയാണ്, 13,800 തന്നെയാണ് നിഫ്റ്റിക്ക് അടുത്തതായിട്ട് വരാനുള്ള സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 13,600 to 650 രണ്ടാമത്തെ സ്ട്രോങ് സപ്പോർട്ട് ലൈനാണ്. അപ്പോൾ ഈ ഒരു എക്സ്പയറി മിക്കവാറും 13,800-നും 14,000-നും ഇടയിലായിരിക്കും എന്നുള്ളതാണ് ചെറിയൊരു രീതിയിലെങ്കിലും ഉള്ള വിശകലനം. അല്ലെങ്കിൽ ഇന്നത്തെ ഒരു എക്സ്ട്രാ ഓർഡിനറി ട്രേഡിംഗ് സെഷനോ അല്ലെങ്കിൽ അത്ര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ന്യൂസോ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് ക്യൂ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മറ്റ് വാർത്തകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇന്നലെ മാർക്കറ്റിൽ പറഞ്ഞിരുന്ന പോലെ ബാൽമർ ലോറിയുടെ ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു.
വാൽമാർ ലോറിയുടെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ന് വരുന്ന വാർത്ത അത് എത്രയും പെട്ടെന്ന് തന്നെ, അതായത് ആ ഒരു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് വളരെ സ്പീഡപ്പ് ചെയ്യാനുള്ള പ്രോസസ്സാണ് മിനിസ്ട്രി തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിപ്രോയുടെ ബൈബാക്ക് നാളെ തുടങ്ങുകയാണ്, ഇന്ന് തുടങ്ങുകയാണ്. ഇത് ജനുവരി 11 വരെയാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ വിപ്രോയുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇത് തിരിച്ചു കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ പറയാം, ഈ ബൈബാക്കിൽ പങ്കെടുക്കേണ്ടത് ആവശ്യമായിട്ടില്ല. കാരണം വരുന്ന ദിവസങ്ങളിൽ വിപ്രോയിൽ ഇതിലും വലിയ പ്രൈസുകൾ കിട്ടാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. 400 രൂപ നിലവാരത്തിലാണ് കമ്പനി ഈ ബൈബാക്ക് തീരുമാനിച്ചിരിക്കുന്നത്. 9,000 കോടി രൂപയാണ് കമ്പനി ഇതിനു വേണ്ടി ചെലവാക്കുന്നത്. ഗേറ്റ്വേ സ്പാർക്കിൾസ് അവരുടെ ഇൻ്ററിം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. 2 രൂപയാണ് അവർ ഒരു ഷെയറിന് ഇൻ്ററിം ഡിവിഡൻഡായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബയോകോൺ ഇന്നലെ ബയോകോണിൽ ഒരു നെഗറ്റീവ് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു, 240. ഇന്നും ബയോകോണിൽ ഒരു നെഗറ്റീവ് റിപ്പോർട്ട് ഫോറിൻ ബ്രോക്കർ ചെയ്തിട്ടുണ്ട്. ബയോകോൺ US-ലെ ഒരു പുതിയ ഡ്രഗ്, ഒരു പുതിയ മെഡിസിൻ ലോഞ്ച് ചെയ്തിരിക്കുന്നു. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് ശേഷം, അവയവ മാറ്റങ്ങൾക്ക് ശേഷം രോഗികൾക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേകതരം ടാബ്ലറ്റാണ് ഇത്. ഇന്ന് ബയോകോൺ US മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ജനറൽ ബോർഡ് മീറ്റിംഗ് ജനുവരി 4-നാണ്. ഡിവിഡൻഡാണ് പ്രധാന വിഷയം. ഇൻ്ററിം ഡിവിഡൻഡ് ഉണ്ടാകുമെന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ TVS അപ്പാച്ചെ ലോഞ്ച് ചെയ്തിരിക്കുന്നു. നല്ല റെസ്പോൺസ് ആയിരിക്കും കമ്പനിക്ക് എവിടെ നിന്നും ഈ TVS അപ്പാച്ചെ പോലുള്ള മോട്ടോർ സൈക്കിളുകൾക്ക് കിട്ടുക എന്നുള്ളതാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. വേറൊരു പ്രധാനപ്പെട്ട വാർത്ത AU സ്മോൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. AU സ്മോൾ ബാങ്കും ICICI പ്രൊഡൻഷ്യലും ചേർന്ന് LIC ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ വിൽക്കാനുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോം ഒരുക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ LIC നോക്കിക്കഴിഞ്ഞാൽ LIC കണ്ടിന്യൂസ് ആയിട്ട് ICICI ബാങ്കിൻ്റെ ഷെയറുകൾ സെല് ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നു. വേറെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് അനന്ത്രാജ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ അനന്ത്രാജ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതിൻ്റെ ടോപ്പ് ഒഫീഷ്യൽസ് ആയിട്ടുള്ള കുറച്ച് മാനേജ്മെൻറ്റ് അംഗങ്ങൾ കമ്പനി ബോർഡിൽ നിന്നും രാജിവെച്ചതായിട്ട് പറയപ്പെടുന്നു. ഇതിൻ്റെ കാരണങ്ങൾ വ്യക്തമായിട്ട് കമ്പനി പുറത്തേക്ക് വിട്ടിട്ടില്ല. അതുപോലെ തന്നെ ബൾക്ക് ഡീലുകൾ, വളരെ പ്രധാനപ്പെട്ട ഒരു ബൾക്ക് ഡീൽ നടന്നിരിക്കുന്നത് രൂപ ആൻഡ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. 250 രൂപ നിലവാരത്തിലാണ് അബാക്കസ് ഫണ്ട് മാനേജേഴ്സാണ് ഈ ഷെയറുകൾ വാങ്ങിയിരിക്കുന്നത്. 12 ലക്ഷത്തോളം ഷെയറുകളാണ് ഈ ഒരു രീതിയിൽ ട്രേഡ് നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സദ്ഭാവ് ഇൻവെസ്റ്റിനെ സംബന്ധിച്ചിട്ട് പ്രൊമോട്ടേഴ്സ് വീണ്ടും സ്റ്റേക്ക് കൂട്ടിയിരിക്കുന്നു. GMR ഇൻഫ്ര പ്രൊമോട്ടേഴ്സ് ബൈ കാണിക്കുന്നു. JSPL എന്ന് പറയുന്ന ഷെയറിനെ സംബന്ധിച്ചിട്ട് 22 ലക്ഷത്തോളം ഷെയറുകൾ പ്രൊമോട്ടേഴ്സ് പ്ലെഡ്ജ് ചെയ്തതായിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ 2 ഫോറിൻ ബ്രോക്കറേജ് റിപ്പോർട്ടുകളാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഒന്ന് മോർഗൻ സ്റ്റാൻലിയുടേതാണ്. മോർഗൻ സ്റ്റാൻലി ബയോകോണിന് പുറത്താണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അവരതിൻ്റെ ടാർഗറ്റ് 430 കുറച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അടുത്ത 30 ദിവസത്തിനുള്ളിൽ 430 എന്ന് പറയുന്ന ടാർഗറ്റിലാണ് മോർഗൻ സ്റ്റാൻലി പറഞ്ഞിരിക്കുന്നത്. കാരണം വാല്യൂഷൻ വൈസ് സ്റ്റോക്ക് വളരെ അട്രാക്റ്റീവ് അല്ല, മാത്രമല്ല ഇതിൻ്റെ ഏർണിംഗ് വിസിബിലിറ്റി അത്രമാത്രം ക്ലാരിറ്റി ഉള്ളതല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ബയോകോണിന് പുറത്ത് ഇങ്ങനെ ഒരു നെഗറ്റീവ് റേറ്റിംഗ് ആണ് ഇൻ്റർനാഷണൽ ബ്രോക്കേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ US മാർക്കറ്റിൽ ഉള്ള അധികം കമ്പനിയുടെ മാർക്കറ്റ് ഷെയറുകൾ കണ്ടിന്യൂസ് ആയിട്ട് വരാനുള്ള അല്ലെങ്കിൽ കണ്ടിന്യൂ നിലനിന്ന് പോകാനുള്ള ചാൻസസ് കുറവാണ്. പകുതി ഒരു ഷോർട്ട് ടേമിലേക്കെങ്കിലും കമ്പനി ചെറിയൊരു രീതിയിലുള്ള കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അത് മറ്റൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് മക്വാരിയുടേതാണ്. മക്വാരി കോൾ ഇന്ത്യയുടെ പുറത്താണ് റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. ടാർഗറ്റ് 178 മക്വാരി കോൾ ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ്. ഇനി പ്രധാനപ്പെട്ട ഒരു വാർത്ത ടാറ്റ കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കാരണം കുറേ വർഷങ്ങളായിട്ട് ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ ടെസ്ല അടുത്ത വർഷത്തോടു കൂടി ഇന്ത്യയിൽ വരും, 2021 കൂടി ടെസ്ല ഇന്ത്യയിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഇന്നലെ നിതിൻ ഗഡ്കരി തന്നെ ഒരു പ്രസ്താവനയിൽ പറയുകയുണ്ടായി. അപ്പോൾ അത് വരുന്നതോടുകൂടി ഇലക്ട്രിക് വെഹിക്കിളുകളുടെ ഒരു പുതിയ യുഗം തന്നെ ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെട്ടേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ ആദ്യം ടെസ്ല വരുന്നത് അവരുടെ ചില മോഡലുകൾ ഇവിടെ വിൽക്കാനാണ്. അതിനുള്ള റെസ്പോൺസ് നോക്കിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സെയിൽസ് ഗ്രോത്ത് നോക്കിയിട്ട് അവർ പിന്നീട് മാനുഫാക്ചറിങ് യൂണിറ്റ് തന്നെ ഇന്ത്യയിലേക്ക് തുടരാനുള്ള സാധ്യതകൾ, ഇന്ത്യയിലേക്ക് മാറ്റാനുള്ള സാധ്യതകൾ കാണുന്നു എന്നാണ് ഇന്നലെ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് പഠിക്കാനുള്ള വേറൊരു, ഈ ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന വാർത്തകൾ പറയുന്ന സമയത്തൊക്കെ ലൈം ലൈറ്റിൽ വരുന്ന ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കാണ് ടാറ്റ കെമിക്കൽ എന്ന് പറയുന്നത്.
കാരണം ടാറ്റ കെമിക്കലും ടെസ്ലയുമായിട്ടുള്ള ബന്ധം ഇതാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത് അവരുടെ ലിഥിയം ബാറ്ററികൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരേയൊരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ടാറ്റ കെമിക്കലാണ്. അതിൻ്റെ റീസൈക്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലിഥിയം അയൺ ബാറ്ററിയുടെ റീചാർജിങ് കാര്യങ്ങളൊക്കെ ഉള്ള പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകൾ പ്രധാനമായിട്ടും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനി ടാറ്റ കെമിക്കലാണ്. ഈ അടുത്ത് കമ്പനി ഗുജറാത്തിലെ 800 കോടി രൂപ നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്ന ഒരു ലിഥിയം അയൺ ബാറ്ററി പ്ലാന്റ് കൂടി സ്ഥാപിക്കാൻ കമ്പനി പ്ലാൻ ചെയ്യുന്നു എന്നുള്ള വാർത്തയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വർഷത്തോടു കൂടി ഇപ്പം ഈ ഒരു ബാറ്ററി സ്പേസിൽ ഇങ്ങനെയൊരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരേ ഒരു കമ്പനിയായിട്ട് ടാറ്റ കെമിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത വർഷം തീർച്ചയായിട്ടും ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്നു. ഇങ്ങനെയുള്ള അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ 2 കമ്പനികൾക്കാണ് ടാറ്റ ഗ്രൂപ്പിൽ നിന്നും പ്രാധാന്യം കിട്ടാൻ പോകുന്നത്. ഒന്ന് ടാറ്റ കെമിക്കൽ, അതിൻ്റെ ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്തത് ടാറ്റ എലക്സി, അതിൻ്റെ ടെക്നോളജിയുമായിട്ട് ഏറ്റവും കൂടുതൽ സിങ്ക് ചെയ്യുന്ന ഒരു കമ്പനി ടാറ്റ എലക്സിയാണ്. ടാറ്റ എലക്സി നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വളരെയേറെ റണ്ണപ്പ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്കാണെന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയാനുള്ളത്. അതുപോലെ തന്നെ കുറച്ച് സ്റ്റോക്കുകൾ ലൈം ലൈറ്റിൽ വന്നിരിക്കുന്നത് ഒന്ന് NMDC ആണ്. അയൺ ഓർ പ്രൈസ് വളരെയേറെ വർദ്ധിക്കുന്നതായിട്ട് നമ്മൾ കണ്ടതാണ്. ഒരുപാട് തവണ കഴിഞ്ഞ ആഴ്ചയിലെ മാർക്കറ്റ് ഔട്ട്ലുക്കിലും അതിന് മുന്നിലത്തെ ആഴ്ച മാർക്കറ്റ് ഔട്ട്ലുക്കിലൊക്കെ പറഞ്ഞതാണ് അയൺ ഓർ പ്രൈസ് ഏകദേശം 80% വർദ്ധിച്ചു കഴിഞ്ഞു എന്നുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് മൊയിൽ പോലുള്ള സ്റ്റോക്കുകൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അത് വളരെയേറെ നല്ല രീതിയിൽ ടാർഗറ്റിലേക്ക് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു കമ്പനിയാണ് NMDC എന്ന് പറയുന്ന കമ്പനി. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മൊമെൻറ്റം വെച്ച് വളങ്ങുകയാണ്. ഈ ഒരു മെറ്റൽ സ്പേസിലുള്ള പ്രൈസ് റിയാക്ഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു NMDCയിൽ വരുന്ന ദിവസങ്ങളിൽ ഒരു മൂവ്മെൻറ്റിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ റൂപ ആൻഡ് കമ്പനി ഈ പറയുന്ന പോലെ പ്രൊമോട്ടറുകൾ വിൽക്കുകയും മറ്റ് ഫണ്ടുകൾ വാങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥ, അത് വളരെ നല്ല പോസിറ്റീവായിട്ട് തോന്നുന്നു. അതുപോലെ തന്നെ ഫിനോലെക്സ് കെമിക്കൽസ് എന്ന് പറയുന്ന FCL എന്ന് പറയുന്ന കമ്പനി, ഇത് നല്ല രീതിയിൽ പോസിറ്റീവുള്ള ഒരു മൊമെൻറ്റം കണ്ടു. ഇതിലും സംഭവിച്ചിരിക്കുന്നത് പ്രൊമോട്ടേഴ്സ് വിൽക്കുകയും നാം ഇന്ത്യ പോലുള്ള കമ്പനികൾ ഫണ്ട് മാനേജേഴ്സ് ഈ കമ്പനി വാങ്ങുകയും ചെയ്യുന്നതാണ്. ഇതിലും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മൂവാണ് കണ്ടത്. GE ഷിപ്പിംഗ് വരുന്ന ദിവസങ്ങളിൽ കണ്ടെയ്നർ, നമ്മൾ പറഞ്ഞതാണ് ഈ ഇന്ത്യയിൽ കണ്ടെയ്നറിൻ്റെ ക്ഷാമം വർദ്ധിക്കുന്നു അല്ലെങ്കിൽ കണ്ടെയ്നർ സ്പേസിനുള്ള സ്ഥാപനം വർദ്ധിക്കുന്നു എന്നുള്ളത്. ഈ ഒരു പർട്ടിക്കുലർ ഇത് ഉൾപ്പെടുത്തുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ഇൻഡസ്ട്രി വളരെ ലൈം ലൈറ്റിൽ വരാനുള്ള സാധ്യതകൾ കാണുന്നു. വരുന്ന ദിവസങ്ങളിൽ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ നല്ലൊരു രീതിയിലുള്ള കുതിച്ചുചാട്ടം കാണും എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് ഷിപ്പിംഗ് ഫ്ലൈറ്റുകളിൽ വളരെ രീതിയിലുള്ള വർധനവിന് കാരണമായിരിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ ഷിപ്പിംഗ് കമ്പനികൾ, GE ഷിപ്പിംഗ് പോലുള്ള കമ്പനികൾ വീണ്ടും ലൈം ലൈറ്റിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ NCC 2 ദിവസമായിട്ട് ഞാൻ NCC പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിനിഞ്ഞാന്നുള്ള ഔട്ട്ലുക്കിൽ NCC നാഗാർജുന കൺസ്ട്രക്ഷൻ കമ്പനിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് 56-57 രൂപ നിലവാരത്തിലുണ്ടായിരുന്ന NCC ഇപ്പോൾ 60 രൂപയ്ക്ക് അടുപ്പിച്ച് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ 63 to 65 വരെയെങ്കിലും NCC ഉള്ള ഒരു മൂവ്മെൻറ്റ് കാണുന്നു. വളരെയേറെ ഞാനൊരു പ്രത്യേക വീഡിയോ ഒക്കെ ചെയ്ത ഒരു സ്റ്റോക്കായിരുന്നു KPIT. അതിനുശേഷം കുറച്ച് ഡൗൺ സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് രീതി എന്ന രീതിയിലാണ് KPIT പറഞ്ഞിരുന്നത്. അപ്പോൾ KPIT ഇപ്പോൾ അതിൻ്റെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് ലെവലായിട്ടുള്ള 127 മുകളിലേക്ക് വന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നൊരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് കൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ 140 to 145 വരെയുള്ള 145 വരെയുള്ള ഒരു യാത്രയ്ക്ക് തയ്യാറായിട്ട് തന്നെയാണ് KPIT നിൽക്കുന്നത്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളായിട്ട് കാണുന്നത്. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും നല്ലൊരു ട്രേഡിംഗ് സെഷൻ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക്കലായിട്ടുള്ള ആക്ഷനായിരിക്കും കൂടുതലായിട്ടും പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 14,000 തന്നെയാണ് ആദ്യത്തെ ഹഡിലായിട്ട് നിൽക്കുന്നത്. അതിന് മുകളിലേക്ക് വരുമോ അല്ലെങ്കിൽ അവിടെ നമുക്കൊരു ശക്തമായിട്ടുള്ള ക്ലോസിംഗ് 14,000-ന് മുകളിൽ കിട്ടുമോ എന്നുള്ളതാണ് നാളെ പ്രധാനമായിട്ടും നോക്കേണ്ടത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് US സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ റിഫ്ലക്ഷൻ തന്നെയാണ്. ഇന്നത്തെ USലെ ട്രേഡിംഗ് സെഷൻ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. അതിനുശേഷം മാത്രം നമുക്ക് നാളെ ഒരു ഫ്യൂച്ചർ പൊസിഷൻസിലേക്ക് നിൽക്കുക. അതുപോലെ തന്നെ കഴിയുന്നതും ഓപ്ഷൻസിൽ വളരെയേറെ വോളറ്റാലിറ്റി കൂടുതലുള്ള സമയമാണ്. ഇതൊക്കെ നോക്കിക്കൊണ്ട് മാത്രം ട്രേഡിലേക്ക് വരിക. അപ്പം നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.